കേരളത്തിലെ നദികൾ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ 244 കിലോമീറ്റർ. പെരിയാറിൻ്റെ ഉത്ഭവസ്ഥാനം സഹ്യപർവ്വതത്തിലെ ശിവഗിരി മല. പെരിയാറിൻ്റെ പതനസ്ഥാനം വേമ്പനാട്ട് കായൽ. അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന പേരിൽ പരാമർശിക്കുന്ന നദി പെരിയാർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന നദി പെരിയാർ. പെരിയാറിൽ സ്ഥാപിച്ചിട്ടുള്ള പ്രധാന ജലവൈദ്യുത പദ്ധതികൾ പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാർ, നേര്യമംഗലം, ലോവർ പെരിയാർ. കേരളത്തിലെ രണ്ടാമത്തെ നീളം കൂടിയ നദി ഭാരതപ്പുഴ 209 കിലോമീറ്റർ. ഭാരതപ്പുഴയുടെ ഉത്ഭവം ആനമല. കേരളത്തിലെ മൂന്നാമത്തെ നീളം കൂടിയ നദി പമ്പ 176 കിലോമീറ്റർ. പമ്പാ നദി ഉത്ഭവിക്കുന്നത് പുളിച്ചിമല, ഇടുക്കി. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് കുട്ടനാട്. തിരുവിതാംകൂറിൻ്റെ ജീവനാഡി പമ്പ. കേരളത്തിലെ നാലാമത്തെ നീളം കൂടിയ നദി ചാലിയാർ 169 കിലോമീറ്റർ. ചാലിയാറിൻ്റെ ഉത്ഭവം ഇളമ്പലേരിക്കുന്ന്, വയനാട്. കേരളത്തിൽ വായു ജല മലിനീകരണത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭം ചാലിയാർ പ്രക്ഷോഭം. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള നദീതീരം ചാലിയാർ. ചാലിയാറിൻ്റെ ഉത്ഭവം ഇളമ്പലേരിക്കുന്ന്, വയനാട്. കേരളത്തിൽ വായു ജല മലിനീകരണത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭം ചാലിയാർ പ്രക്ഷോഭം. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള നദീതീരം ചാലിയാർ. കേരളത്തിലെ അഞ്ചാമത്തെ നീളം കൂടിയ നദി ചാലക്കുടിപ്പുഴ. ജൈവവൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നദി ചാലക്കുടിപ്പുഴ. ചാലക്കുടിപ്പുഴ പതിക്കുന്നത് പെരിയാറിൽ. അരുവിക്കര ഡാം സ്ഥിതി ചെയ്യുന്ന നദി കരമനയാർ. അട്ടപ്പാടി വനവൽക്കരണത്തിൻ്റെ ഭാഗമായി പുനർജനിച്ച നദി കൊടങ്ങരപ്പള്ളം. ഹരിത മിഷന്റെ ഭാഗമായി നടന്ന മാലിന്യമുക്ത പ്രവർത്തനത്തിലൂടെ പുനർജനിച്ച പമ്പയുടെ പോഷക നദി വരട്ടാർ. കേരളത്തിലെ അഞ്ചാമത്തെ നീളം കൂടിയ നദി ചാലക്കുടിപ്പുഴ. ജൈവവൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നദി ചാലക്കുടിപ്പുഴ. ചാലക്കുടിപ്പുഴ പതിക്കുന്നത് പെരിയാറിൽ. അരുവിക്കര ഡാം സ്ഥിതി ചെയ്യുന്ന നദി കരമനയാർ. അട്ടപ്പാടി വനവൽക്കരണത്തിൻ്റെ ഭാഗമായി പുനർജനിച്ച നദി കൊടങ്ങരപ്പള്ളം. ഹരിത മിഷന്റെ ഭാഗമായി നടന്ന മാലിന്യമുക്ത പ്രവർത്തനത്തിലൂടെ പുനർജനിച്ച പമ്പയുടെ പോഷക നദി വരട്ടാർ. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള നദി നെയ്യാർ. നെയ്യാറിൻ്റെ നീളം 56 കിലോമീറ്റർ. നെയ്യാർ ഉത്ഭവിക്കുന്നത് അഗസ്ത്യമലയിൽ നിന്ന്. നെയ്യാർ പതിക്കുന്നത് അറബിക്കടലിൽ. നെയ്യാറിൻ്റെ പ്രധാന പോഷക നദികൾ കല്ലാർ, കരവല്ലിയാർ. നെയ്യാർ നദി ഒഴുകുന്ന ജില്ല തിരുവനന്തപുരം. നെയ്യാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി നെയ്യാർ. നെയ്യാർ നദിക്കു സമീപമായി സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം നെയ്യാർ വന്യജീവി സങ്കേതം. അഗസ്ത്യാർ ക്രൊക്കോഡൈൽ റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് സെന്റർ, ലയൺ സഫാരി പാർക്ക് എന്നിവ സ്ഥിതി ചെയ്യുന്ന നദീതീരം നെയ്യാർ. ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്ന നെയ്യാറിലെ ദ്വീപ് മരക്കുന്ന്. കേരളത്തിലെ നദികളെ പറയുന്ന മറ്റൊരു പേര്. കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് പെരിയാർ. കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴ. പൊന്നാനി പുഴ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴ. നിള എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴ. പ്രാചീന കാലത്ത് പേരാർ എന്നറിയപ്പെട്ടിരുന്ന നദി ഭാരതപ്പുഴ. ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്നത് പമ്പ. പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്ന നദി പമ്പ. പയസുനി എന്നറിയപ്പെടുന്നത് ചന്ദ്രഗിരി പുഴ. തലയാർ എന്നറിയപ്പെടുന്നത് പമ്പാർ. ചിറ്റൂരിൽ ഭാരതപ്പുഴ അറിയപ്പെടുന്ന പേര് ശോകനാശിനിപ്പുഴ. കേരളത്തിൻ്റെ മഞ്ഞനദി കുറ്റ്യാടിപ്പുഴ. മുരാട് പുഴ എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴ. കല്ലായിപ്പുഴ, ബേപ്പൂർ പുഴ, ചൂലിക നദി എന്നിങ്ങനെ അറിയപ്പെടുന്നത് ചാലിയാർ.